സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് മത്സരം മുറുകുന്നു. മേധാവിയാകാൻ തയ്യാറാണെന്ന് പ്രാഥമിക പട്ടികയിലുള്ള 6 പേരും സർക്കാരിനെ അറിയിച്ചു. അതിനിടെ മനോജ് എബ്രാഹിമിനെ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഒഴിവിൽ MR അജിത് കുമാറിനെ വീണ്ടും ക്രമസമാധാന ചുമതലയുള്ള ADGP-യാക്കാൻ നീക്കം തുടങ്ങി. കേരള പോലീസിന്റെ തലപ്പത്ത് വൻ മാറ്റങ്ങളുടേതാണ് ഇനിയുള്ള 2 മാസം. ജൂൺ 30-ന് പോലീസ് മേധാവി ദർവേഷ് സാഹിബ് വിരമിക്കും. ഏപ്രിൽ 30-ന് മനോജ് എബ്രഹാമിന് DGP റാങ്ക് ലഭിക്കും. ഇതോടെ ആദ്യം പുതിയ ക്രമസമാധാന ചുമതലയുള്ള ADGP-യെയും പിന്നാലെ പുതിയ പോലീസ് മേധാവിയെയും കണ്ടെത്തണം. അടുത്ത മേധാവിയെ കണ്ടെത്താൻ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം തയ്യാറാക്കിയ പട്ടികയിൽ 6 പേരാണ് ഉള്ളത്. നിതിൻ അഗർവാൾ, രവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരാണവർ. നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇവരുടെ സമ്മതം അന്വേഷിച്ചപ്പോൾ 6 പേരും തയ്യാറാണ്. 6 പേരെയും ഉൾപ്പെടുത്തി പ്രാഥമിക പട്ടിക DGP സർക്കാരിന് കൈമാറി. മെയ് ആദ്യത്തോടെ ഈ പട്ടിക കേന്ദ്രത്തിന് കൈമാറും. ഇതിൽ നിന്ന് 3 പേരെ ഉൾപ്പെടുത്തി UPSC അന്തിമ പട്ടിക തിരിച്ചു നൽകും. അട്ടിമറികൾ ഉണ്ടായില്ലെങ്കിൽ നിതിൻ അഗർവാൾ, രവാഡ, യോഗേഷ് ഗുപ്ത എന്നിവരായിരിക്കും അന്തിമ പട്ടികയിൽ ഉണ്ടാവുക. അങ്ങനെ വന്നാൽ പോലീസ് മേധാവിയാകുവാനുള്ള അജിത് കുമാറിന്റെ സാധ്യത എന്നേക്കുമായി ഇല്ലാതാകും. അതിനു മുൻപ് അജിത് കുമാർ ക്രമസമാധാന ചുമതലയിലേക്ക് മടങ്ങി വരുമോ എന്നാണ് പോലീസിൽ ഉയരുന്ന അടുത്ത ചോദ്യം. ഈ 30-ന് K പത്മകുമാർ വിരമിക്കുന്ന ഒഴിവിൽ മനോജ് എബ്രഹാമിന് DGP റാങ്ക് ലഭിക്കുന്നതോടെ ക്രമസമാധാന ചുമതലയുള്ള ADGP കസേരയിൽ നിന്ന് അദ്ദേഹം മാറും. ആ ഒഴിവിൽ അജിത് കുമാറിനെ തിരിച്ചു കൊണ്ടുവരുവാനാണ് ചില ചരടുവലികൾ. എന്നാൽ ജൂലൈ 1-ന് അദ്ദേഹത്തിനും DGP റാങ്ക് ലഭിക്കുന്നതിനാൽ 2 മാസമേ ADGP കസേരയിൽ ഇരിക്കാനാവൂ. അതിനാൽ H വെങ്കടേഷ്, S ശ്രീജിത്ത്, ബൽറാം കുമാർ ഉപാധ്യായ എന്നിവരും പരിഗണനയിലുണ്ട്.